ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 ഇറങ്ങാൻ ഇനി 7.5 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.5 കോടി ആദ്യ ദിനം സിനിമ നേടിയിരിക്കുകയാണ്. ഇപ്പോൾ 4 കോടിക്ക് മുകളിൽ ടോട്ടൽ അഡ്വാൻസ് കേരള ഷോ എത്തിയിരിക്കുകയാണ്. അത് ഫാൻ ഷോസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ്. എന്തായാലും ഇതൊരു റെക്കോർഡാണ്. റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് തൂക്കാൻ ലാലേട്ടനും പിള്ളേരും എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇങ്ങനെയുള്ള റെക്കോർഡ് തീർക്കാൻ അതൊരൊറ്റ പേര് മോഹൻലാൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. എമ്പുരാൻ തീർത്ത ആ ഒരു റെക്കോർഡുണ്ടല്ലോ, 12 കോടി അല്ലെങ്കിൽ 10 കോടിക്ക് മുകളിൽ എന്നുള്ള ആദ്യ ദിന റെക്കോർഡ്, അതിവിടെ തകർന്നു വീഴും. ഒരു പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടിയായിരിക്കാം ഈ സിനിമ ആദ്യ ദിനം നേടാൻ പോകുന്നത്. അതായത് അത്ര ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലിമിറ്റഡ് ഷോസ് ആണ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. എന്നിട്ട് പോലും 90% ഒക്യുപ്പൻസിയിലേക്ക് കയറുന്ന ഒരു കാഴ്ച. അങ്ങനെ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ ആദ്യ ദിനം പ്രീസെയിലേക്ക് എത്ര എത്തുമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാം. തീർച്ചയായും കമൻസിലൂടെ അതൊന്ന് പറയാം. എന്താണെങ്കിലും പുതിയ ലൊക്കേഷൻസ് ആഡ് ചെയ്യുകയാണ് ഈ ഒരു സിനിമയ്ക്ക്. അതായത് ഇപ്പം 7 ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കുമ്പോഴും അങ്ങനെ നമുക്ക് കാണുകയാണ്. എന്താണല്ലോ ഒരു ബെഞ്ച് മാർക്ക് വരാൻ പോവുകയാണ്. ഹ്യൂജ് ഡേ 1 വരാൻ പോവുകയാണ്. ഒരു സിനിമ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്താണെന്നൊന്നും ചിന്തിക്കാതെ തന്നെ ജനങ്ങൾ ആ റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ ഒറ്റപ്പേര്, അത് ദൃശ്യം. ഒപ്പം അതിലെ നായകൻ മോഹൻലാലുമായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് ഉറപ്പിക്കാം. സിനിമ ഏത് റേഞ്ചിൽ പോയാലും 100 കോടി സിമ്പിളായിട്ട് തൂക്കിയിരിക്കുമെന്നുള്ളത് ഉറപ്പിക്കാം. ഇനിയും എക്സ്ട്രാ പോസിറ്റീവ് ആണെങ്കിൽ 500-ന് മുകളിലുള്ള കോടികളും ഈ ഒരു സിനിമ നേടും. എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ പ്രൊമോഷനും എല്ലാം നടന്നിരിക്കുന്നത്. ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മാർക്കറ്റിൽ 100K+ അഡ്വാൻസ് സിനിമയ്ക്ക് എത്തിയിരിക്കുകയാണ്. അതും 7 ദിനങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള തിയേറ്റർ ചാർട്ടിങ്ങുമാണ് അവിടെ കാണാൻ കഴിയുന്നത്. തേർഡ് മലയാളമാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നത്. 1.1 മില്യണിലേക്ക് എത്താൻ പോകുന്നത്. ആൻഡ് പാട്രിയോട്ട് 140K എന്നുള്ളതാണ്. നമുക്ക് എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് അമ്മാതിരി തീ പടരും എന്നുള്ളത്. കാരണം മികച്ച രീതിയിലാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു സിനിമയ്ക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത് ആൻ്റണി പെരുമ്പാവൂർ വീണ്ടും നമ്മളെ കാണിച്ചു തരികയാണ്. നമ്മളെയല്ല, ഓരോ പ്രൊഡ്യൂസർമാരെ, അതായത് ചുമ്മാ പടമിറക്കി കാശ് കളഞ്ഞു അല്ലെങ്കിൽ വലിയ തള്ളുന്ന പ്രൊഡ്യൂസർമാർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയാണ് നമുക്ക് ആൻ്റണി പെരുമ്പാവൂരിൽ കാണുന്നത്. അതെ, ഇങ്ങനെയാണ് ഒരു സിനിമ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് അത് വിജയിപ്പിക്കേണ്ടത് എന്നുള്ളത്. ഇന്നലെ വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. 2700 ഷോകളിൽ നിന്ന് 7.5 കോടി നേടിയ സിനിമ ഇപ്പോൾ 10 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു. ഇനിയും തൃശ്ശൂർ രാഗം, നമ്മളേവരും കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് തൃശ്ശൂർ രാഗത്തിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതായത് നാളെ രാവിലെ 10 മണി തൊട്ട് മിനിറ്റുകൾക്കുള്ളിൽ തൃശ്ശൂർ രാഗം തീ പടർത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു ഷോ പോലും ബാക്കിയില്ലാതെ ഹൗസ്ഫുള്ളാകും. എക്സ്ട്രാ ഷോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ 7 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ അതിഗംഭീരമായിരിക്കും. അയർലാൻഡിലും ബുക്കിംഗ് ലൈവായിരിക്കുന്നു എന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. അങ്ങനെ ഒരു രക്ഷയുമില്ലാതെ പോകുമ്പോൾ തമിഴ് തെലുങ്ക് ബുക്കിംഗ് USA സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഡബ്ഡ് വെർഷനാണ്, എടുത്തു പറയാം. എന്തായാലും ഇങ്ങനെയാണ് വീണ്ടും പറയേണ്ടി വരുന്നു, ഇങ്ങനെയാണ് സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും കൊച്ചിയിൽ റെഡ് അലേർട്ട് എന്ന് തന്നെയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് റെഡ് അലേർട്ട്. ഇത് ചരിത്രം കുറയ്ക്കാൻ വേണ്ടി മാത്രമായി ഇറങ്ങുന്ന ചിത്രമാണ്. അതെ, പയ്യെ അതെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഒരുപിടി റെക്കോർഡുകളുടെ കഥകൾ നമുക്ക് ഇവിടെ മാറ്റി എഴുതാനും നിമിഷങ്ങൾ മാത്രം നിൽക്കുമ്പോൾ മാറ്റി എഴുതാനുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.